നമസ്കാരം. ഞാൻ ഡോക്ടർ അഖില എസ് നായർ, ആയുർവേദ ഡോക്ടറാണ്. നമ്മുടെ ആയുർവേദത്തിലെ ഓരോ ഡോക്ടേഴ്സിനും ഡെയിലി പ്രാക്ടീസിൽ ആവശ്യമായതും അതുപോലെ തന്നെ നമുക്ക് ഒരു ധാരാളം ഇൻ്റർവ്യൂകളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇൻ്റർവ്യൂവിലൊക്കെ പഠിച്ചിരിക്കേണ്ടതായിട്ടുമുള്ള ഒരു 40-50 യോഗങ്ങളാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഈ ഒരു വീഡിയോ സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഡെയിലി പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എല്ലാ യോഗങ്ങളും ആവശ്യമാണ്, എന്നാലും അത്യാവശ്യം ചില വേണ്ടത്. അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പേഷ്യൻസ് വന്ന കുറച്ച് സിംറ്റംസ് നമ്മളോട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് സൈനസൈറ്റിസ് ഉണ്ട്, മൂക്കിന് 2 സൈഡിലും വേദന പോലെ, താഴോട്ട് തല കുനിക്കുമ്പോൾ വിങ്ങുന്നു, അങ്ങനെ ഒരു അവസ്ഥ പറയുമ്പോൾ നമുക്ക് ദശമൂലകടത്രയം കഷായം കൊടുക്കാം. അതിൽ മൂർധകം ശൂലം എന്ന് എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ നടക്കുമ്പോൾ അണപ്പ്, ബ്ലഡ് കുറവാണ്, നടക്കുമ്പോൾ അമിതമായ അണപ്പ്, അതായത് അനീമിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്നിയ. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ശ്വാസാനുഗം പാണ്ഡുഗതം നിഹന്തി എന്ന് പുനർനവാതി കഷായത്തിൽ പറയുന്നുണ്ട് അല്ലേ. അതൊക്കെ നമുക്കൊരു പേഷ്യൻ്റ് വരുമ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം, എന്നാലും നമുക്ക് പെട്ടെന്ന് മെഡിസിൻ എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം പല ആൾക്കാരും ഇപ്പം ബിസി ലൈഫ് കൊണ്ടുപോകുന്ന ആൾക്കാരല്ല, അതൊക്കെ അതിൽ നിന്നൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ ഇപ്പോൾ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും കഷായങ്ങളൊക്കെ തന്നെയും വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ചില മെഡിസിൻസൊക്കെ നമ്മൾ എഴുതി കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ചിരുവില്ലാതെ കഷായമാണെങ്കിൽ നമ്മൾ ചിരുവില്ല, പുനർനവ, വഗ്നി, അഭയ ഇങ്ങനെ എഴുതി കൊടുത്തവർ അങ്ങാടിക്കടയിൽ ചെന്നാൽ അവർ മെഡിസിൻ എടുത്ത് കൊടുക്കുമോ? ഇല്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ അതിൻ്റെ നാടൻ പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആവിൽത്തുളി, തഴുതാമ, കൊടുവേലി, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, ഇൻ്റർവ്യൂസിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ യോഗങ്ങൾ അവർ എന്തായാലും പാനൽ നമ്മളോട് ചോദിക്കും. അപ്പം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് യോഗങ്ങൾ, ഒരു 40-50 യോഗങ്ങൾ, പക്ഷെ ചെറുതാണ്, 3-4 കൂടിപ്പോയാൽ 5 വരികളോളം വരുന്ന യോഗങ്ങൾ. അതാണ് ഞാൻ ഈ വീഡിയോ സീരീസിലൂടെ ഓരോ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അറിവുള്ള എല്ലാ ഗുരുക്കന്മാരും ക്ഷമിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.